എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ വില്ലന്മാരുടെ അടുത്തേക്ക് വരും. സത്യം പറയടാ, നിങ്ങളുടെ മാസ്റ്റർ അവിടെ, മര്യാദയ്ക്ക് അവൻ എവിടെയാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഇത് കേട്ട് അവർക്കാണെങ്കിൽ ഇപ്പൊ കലി കയറും. അവരടുത്ത സെക്കൻഡ് ലൂഫി ആയിട്ട് പൊരിഞ്ഞ അട്ടിയിടി ഫൈറ്റ്. ഫ്രാങ്കിക്കാണെങ്കിൽ അതൊക്കെ കണ്ട് വെറുതെ ഇരിക്കാൻ തോന്നില്ല. അവൻ ഓരോ വില്ലന്മാരെയും അങ്ങനെ ഇടിച്ചിടിച്ച് കിലോമീറ്ററുകൾ ദൂരേക്ക് തെറിപ്പിക്കും. സ്മോക്കറിനാണെങ്കിൽ ഇപ്പൊ ഭയങ്കര സന്തോഷം. ഒരു വെടിക്ക് രണ്ട് പക്ഷി. അവനിപ്പോ അവന്റെ അസിസ്റ്റൻസിനോട് ഇതാണ് പറ്റിയ അവസരം, നിങ്ങൾ എല്ലാവരും ചേർന്ന് ലൂഫിയെ പിടിക്കാൻ പറയും. അത് കേൾക്കേണ്ട താമസം അവർ ഉഷാറായിട്ട് ലൂഫിക്ക് നേരെ ഓടിയെത്തും. അത് കാണേണ്ട താമസം നമ്മുടെ റോബിൻ, അവളിപ്പോ അവരുടെ എല്ലാവരുടെയും കഴുത്ത് പിടിച്ച് തിരിച്ച് അങ്ങനെ ഒട്ടിച്ചു കളയും. അതേസമയം സീസർ ലബോറട്ടറിയുടെ ബാക്ക് ഡോർ കാണിക്കും. അവിടെയാണ് നമ്മുടെ ട്രഫാർഗറിലോ. അവനാണെങ്കിൽ ഇപ്പൊ നൈസ് ആയിട്ട് ആ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യും. അതിനുശേഷം ഇപ്പൊ ചോപ്പറിനോട് പറയും സ്ട്രെയിറ്റ് എന്ന് ആ സീസറിന്റെ അടുത്ത് സംസാരിച്ച് നിൽക്കും. അവിടെ വേറൊരു പെൺകുട്ടി കൂടെ ഉണ്ട്, അവളുടെ കണ്ണിൽ പെടാതെ നീ പോയി ആന്റിഡോട്ട് മെഡിസിൻ അത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് എന്റെ അടുത്ത് കൊണ്ടുവരണം. അതിന് ചോപ്പർ ഓക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പോ ത്തേക്ക് പതിയെ നടന്നു പോകും. മറ്റൊരു ഭാഗത്താണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കാണാനില്ല. ആ വില്ലന്മാരെല്ലാവരും ലൂഫിയെ നോക്കും. ഒബിന് ഫ്രാങ്കി ആണെങ്കിൽ നിർത്താതെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ടഷിക്ക ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് ലൂഫിയെ കണ്ടുപിടിച്ചു. ലൂഫി ആണെങ്കിൽ ആ ലാബിലേക്ക് നോക്കി നിൽക്കുകയാണ്. ലാബിലേക്ക് എങ്ങനെ കയറാം, ആ ചീഫ് വില്ലൻ അവനെ എങ്ങനെ പിടിക്കാന്നൊക്കെ അവ കാര്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ടഷിക്ക് വലിയൊരു സ്ക്വാഡ് എടുത്ത് ഇപ്പൊ ലൂഫിയെ വെട്ടാൻ ചാടി വീഴുക. ചാടി ശബ്ദം ഉണ്ടാക്കി ലൂഫി അവനെ വെട്ടിത്തിരിപ്പിച്ച് ഇപ്പൊ നേരെ ഓക്കറിന്റെ ബോഡിയിലുള്ള ടഷിക്കയുടെ അടുത്തേക്ക് വരികയാണ്. ലൂഫിക്ക് അറിയില്ല അവന്റെ ബോഡിയിൽ ഇപ്പോ ടഷിക്കയാണെന്ന്. അതേസമയം ഇവിടെ കുഞ്ഞുങ്ങള് അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇപ്പൊ ചുറ്റും നോക്കും. അവറ്റകളാണെങ്കിൽ അടുത്ത നിമിഷം ഇപ്പൊ ആ മരുന്നിന് വേണ്ടി കരയാനായിട്ട് തുടങ്ങും. ഞങ്ങൾക്ക് ഡ്രഗ്സ് വേണം, ഞങ്ങളെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവറ്റകൾ നിലവിളിക്കും. ഉസോപ്പിനും നാമിക്കും എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. ഉസോപ്പ് പറയും നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല, ഇവരെ വീണ്ടും മയക്കേ പറ്റൂന്ന് പറഞ്ഞ് ആ മയക്കുന്ന സീഡെടുത്ത് അവർക്ക് നേരെ വലിച്ചടിക്കും. പക്ഷെ ഇത്തവണ ഉസോപ്പിന്റെ മയക്കുന്ന സീഡ് അത് കറക്റ്റ് ആയിട്ട് വർക്ക് ആവില്ല. അവരാണെങ്കിൽ മയങ്ങാതെ വീണ്ടും വീണ്ടും കൂടുതൽ സ്ട്രെങ്തിൽ നിലവിളിക്കും. കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ കണ്ണൊക്കെ തുറപ്പിച്ച് കൂടുതൽ പവറിൽ ആ ചെയിൻ പൊട്ടിക്കാനായിട്ട് ശ്രമിക്കും. അല്പസമയം കഴിയുമ്പോഴേക്കും അവർ പതിയെ മയങ്ങി പോവാണ്. ഉസോപ്പിന് മനസ്സിലാവും ഇനി ഒരു തവണ കൂടെ അവർ ഞെട്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചെയിൻസ് അവർ തകർക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ടഷിക്കി സത്യം പറയും, നിങ്ങൾ എന്തിനാ ഈ ഐലാൻഡിലേക്ക് വന്നതെന്ന് അവളാണെങ്കിൽ ഇപ്പൊ ലൂഫിയോട് ചോദിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അങ്ങനെ ക്യാഷ്വലായിട്ട് നിൽക്കും. അതിന് ടഷിക്ക് അവൾ ആദ്യമായിട്ട് സ്മോക്കറിന്റെ സ്മോക്ക് പവർ അതുപയോഗിച്ച് ലൂഫി അറ്റാക്ക് ചെയ്യാൻ വരും. പക്ഷെ ഇത് നമ്മുടെ ലൂഫിയാണ്. അവൻ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവളെ പിടിച്ചു വലിച്ച് മട്ടക്ക് ലോക്ക് ചെയ്യും. അടുത്ത നിമിഷം റിയൽ സ്മോക്കർ അവൻ ചാടി വീഴും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ബോഡിയിൽ കൈവെക്കും. ലൂഫി ആണെങ്കിൽ സ്മോക്കറിന്റെ അറ്റാക്കിൽ നിന്ന് ജസ്റ്റ് മിസ്സിന് എസ്കേപ്പ് ആവും. സ്മോക്കർ ആണെങ്കിൽ അച്ചരം പൊച്ചരം ഇപ്പൊ ലൂഫി അറ്റാക്ക് ചെയ്യും. ലൂഫി ആണെങ്കിൽ അവന്റെ സ്ക്വാഡിൽ ടച്ച് ചെയ്യും. അതിന്റെ അറ്റത്ത് സീപ്രസൻ സ്റ്റോൺ ഉണ്ട്. അതിൽ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ചെക്കൻ ടയർഡായിട്ട് അവിടെ ഇരിക്കും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. കാരണം ടഷിക്ക് ഇപ്പൊ ഭയങ്കര പവർ, സ്മോക്കറിനാണെങ്കിൽ പവറും ഇല്ല. ഉടനെ റോബിൻ പറയും ലൂഫി നിനക്ക് ഇനിയും പിടികിട്ടിയില്ലേ, ഇത് ട്രഫാർഗറിലോ ചെയ്ത പണിയാണ്. അവരുടെ രണ്ടുപേരുടെ സോളിനെ ചേഞ്ച് ചെയ്തു. ലൂഫിക്കാണെങ്കിൽ സ്മോക്കറുടെ അവസ്ഥ കണ്ട് ചിരി അടക്കാൻ കഴിയില്ല. അവൻ പൊട്ടിച്ചിരിക്കും. അതിനുശേഷം സെക്കൻഡ് ഗിയറിലേക്ക് പോയി ടഷിക്കയുടെ ബോഡിയിലുള്ള സ്മോക്കറിനോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. മറ്റൊരു ഭാഗത്ത് ഫ്രാങ്കി ആണെങ്കിൽ ആ വില്ലന്മാരെല്ലാം പൊതിരെ തല്ലി ആ ഡോർ തകർക്കാൻ ശ്രമിക്കും. ഇവിടെ ലൂഫി അവനവന്റെ സ്പീഡ് ഉപയോഗിച്ച് ഇപ്പൊ സ്മോക്കറിനെ ടയർഡാക്കി ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകും. ലൂഫി സ്മോക്കറിനോട് പറയും ഇപ്പൊ നിനക്ക് നിന്റെ ബോഡിയും ഇല്ല പവറും ഇല്ല, നിനക്ക് നിന്റെ ബോഡിയും പവറൊക്കെ തിരികെ കിട്ടി, നമുക്ക് പിന്നൊരിക്കൽ ഏറ്റുമുട്ടാന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ഫ്ലൈ ചെയ്ത് പറന്നു പോകും. അതേസമയം ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ ബീം പവർ ഉപയോഗിച്ച് ഡോറിൽ വലിയൊരു ദ്വാരം ഉണ്ടാക്കും. അപ്പൊ മുകളിലായിട്ട് എന്തോ ഒന്ന് നമ്മുടെ ആൾക്കാർ കാണും. അത് മറ്റൊന്നുമല്ല ആ വില്ലന്റെ അവന്റെ ആ സ്മൈലി പെറ്റ്. അതങ്ങനെ വന്ന് നേവിക്കാർ പോയിക്കൊണ്ടിരുന്ന കപ്പലിൽ വന്ന് വീഴും. സ്മൈലി പെറ്റാണെങ്കിൽ കപ്പലിൽ മുഴുവനായിട്ടും അങ്ങനെ സ്പ്രെഡ് ആവാൻ തുടങ്ങും. കപ്പലിലുള്ള നേവിക്കാര് അതിനെ അച്ചരം പൊച്ചരം ഷൂട്ട് ചെയ്യും. പക്ഷെ അതൊരു ജെല്ലി പോയിസൺ ആണ്. അതിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അതിപ്പോ പതിയെ പതിയെ ആ കപ്പലിൽ മുഴുവനായിട്ടും സ്പ്രെഡ് ആവും. അതാണെങ്കിൽ ഇപ്പൊ ആ പോയിസൺ ഗ്യാസ് അത് സ്പ്രെഡ് ചെയ്യും. ഉടനെ നേവിക്കാര് അവര് മാസ്ക് എടുത്ത് വെക്കാനായിട്ട് അറഞ്ചം പുറഞ്ചം ഓടുകയാണ്. ചിലരാണെങ്കിൽ അത് ശ്വസിച്ച് ബോധം കെട്ട് വീഴും. നമ്മുടെ ആൾക്കാർ
അവർക്കാണെങ്കിൽ അവിടെ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. അവർ ഷോക്കായി അവിടേക്ക് നോക്കി നിൽക്കും. ഇവിടെ സ്മോക്കർ ആണെങ്കിൽ അതിലൊരു വില്ലനെ പിടിച്ചു വലിച്ച് അവനോട് അതെന്താണ് ചോദിക്കും. സത്യം പറയും അതെന്താണ്. പക്ഷെ അവനാണെങ്കിൽ അതെന്താണെന്ന് അറിയാതെ സ്മോക്കറിന്റെ ചോദ്യത്തിന് ആൻസർ കൊടുക്കാതെ നിൽക്കും. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട്, എനിക്കത് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ സ്മോക്കറിന്റെ കാലിൽ വീണ് കെഞ്ചും. എല്ലാണെങ്കിൽ ഓരോരോ ചെറിയ ചെറിയ പീസസ് ആയി വന്നു വീണ ആ ജെല്ലി അതാണെങ്കിൽ ഇപ്പൊ മുഴുവനായിട്ട് ഒന്നിച്ച് വലിയൊരു ജയന്റ് രൂപത്തില് അതിന്റെ ഉണ്ടക്കണ്ണം വീഴ്ച നിൽക്കും. ഉടനെ ഒരു സോൾജിയർ ഓടി വന്ന് അതിനെ തള്ളി കടലിലേക്ക് ഇടാൻ ശ്രമിക്കും. അവൻ അതിനെ ടച്ച് ചെയ്യേണ്ട താമസം അതിപ്പോ അവൻ അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ്. അവനാണെങ്കിൽ അകത്ത് കിടന്ന് നിലവിളിക്കും. അത് കേട്ട് ബാക്കിയുള്ളവര് അവനെ പിടിച്ചു വലിക്കാൻ ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് പുറത്തേക്ക് വരാനാവില്ല. വേറൊരു നേവിക്കാരനാണെങ്കിൽ ഇപ്പോ ഫയറൊക്കെ കൊണ്ടുവന്ന് അതിനെ കത്തി എരിയിക്കാൻ ശ്രമിക്കും. കമോൺ കമോൺ, നീ ചെയ്യുന്നത് കറക്റ്റ് ആണ്. അതിനെ തീ വെച്ച് മൊത്തമായിട്ട് കത്തി എരിക്കാൻ ബാക്കിയുള്ളവർ പറയും. ബാക്കിയുള്ള സോൾജിയേഴ്സും അവരെ കൊണ്ട് പറ്റും പോലെ തീയൊക്കെ ഉപയോഗിച്ച് കത്തിക്കാണ്. അവരിപ്പോ ഉള്ളത് ഒരു കപ്പലിലാണെന്നുള്ള കാര്യം അവർ മറന്നുപോകും. ഫയർ അങ്ങനെ തീവ്രമായിട്ട് ആ ജെല്ലിയിൽ അടിക്കുമ്പോ അതങ്ങനെ ചുരുങ്ങി വരും. അവർക്ക് മനസ്സിലാവും അതിനിപ്പോ ഫയർ താങ്ങാൻ കഴിയുന്നില്ല. സോ അവർ വീണ്ടും ഒരുപാട് ഫോഴ്സിൽ അതിലേക്ക് ഫയർ അടിച്ചു വിടും. അടുത്ത നിമിഷം വലിയ ശബ്ദത്തില് പൊട്ടി അങ്ങോട്ട് തെറിക്കുകയാണ്. ആ ബ്ലാസ്റ്റിലാണെങ്കിൽ കപ്പല് തവിട് പൊടിയായി അതിന്റെ ഓരോ കഷ്ണങ്ങള് ഓരോ ഭാഗത്തേക്ക് തെറിക്കും. സോൾജേഴ്സിന്റെ പൊടി പോലും കാണാനുണ്ടാവില്ല. സ്മോക്കർ ആണെങ്കിൽ അത് കണ്ട് പേടിച്ച് വാ തുറന്നു നിൽക്കും. മറ്റൊരു ഭാഗത്ത് ലൂഫിയാൻ ടീമും അവർക്കും ഇത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. മഞ്ഞ വില്ലന്മാരാണെങ്കിൽ ജീവനം കൊണ്ട് ദൂരേക്ക് ഓടും. ഒരു വിഭാഗം സെന്റോർ വില്ലന്മാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം നേവിക്കാർ ഒരുപാട് പേര് ചത്തു മണ്ണടിഞ്ഞു. അവരുടെ ജോലി ഇപ്പൊ പകുതിയായിട്ട് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ പൊട്ടിച്ചിരിക്കും. പക്ഷെ അവരുടെ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടാവില്ല. ആ സെന്റോഴ്സിന്റെ തൊട്ടു പുറകില് ഇപ്പൊ ജെല്ലി വന്ന് വീഴും. അവരത് കണ്ട് പേടിച്ച് ഇപ്പൊ ചെതറി ഓടുകയാണ്. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, അത് പൊട്ടിത്തെറിച്ച് പോയതല്ലേ. വീണ്ടും അതെങ്ങനെ റീജനറേറ്റ് ആയിട്ട് അവിടേക്ക് വന്ന് വീണു. അപ്പൊ ലൂഫി കാണും ലോങ് ഷോട്ടില് ആ റിവറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വലിയ ജെല്ലി അതാണെങ്കിൽ അതിന്റെ ചെറിയ ചെറിയ പീസുകള് മറുവശത്തേക്ക് തുപ്പുവാണ്. റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് അത് ബുദ്ധിപരമായി ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലൊരു വൃത്തികെട്ട സാധനത്തിനെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാര് അവിടേക്ക് നോക്കി നിൽക്കുമ്പോ ഒരു ജെല്ലി പീസ് ഇപ്പൊ സോറോയുടെ മുൻപിൽ വന്ന് വീഴും. നാമിയാണെങ്കിൽ പേടിച്ചു പറയും, നമ്മളിവിടെ അധികം നേരം നിൽക്കുന്നത് സേഫ് അല്ല, നമുക്ക് എത്രയും വേഗം ഇവിടുന്ന് പോണം. നമ്മളത് പറയുമ്പോഴേക്കും ആ സീസർ വില്ലൻ അവൻ അവിടേക്ക് വരികയാണ്. അവൻ ആ ജെല്ലിയെ നോക്കി പറയും, ഐ എം സോറി, പ്രത്യേക കാരണങ്ങളാൽ എന്റെ പെറ്റായ നിന്നെ ഇത്രയും കാലം എനിക്ക് പൂട്ടി വെക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ നീ സ്വതന്ത്രനാണ്. ഒരു സെക്കൻഡ് ആ വില്ലന്റെ അസിസ്റ്റൻസ് പോലും അതുകൊണ്ട് വണ്ടടിക്കും. സ്മോക്കർ ചോദിക്കും, നീയല്ലേ ആ സീസർ ക്ലൗൺ? നീയാണോ ഇവരുടെ എല്ലാവരുടെയും മാസ്റ്റർ? അതിനവൻ പറയും, അതെ, ഞാനാണ് ദ മാസ്റ്റർ സയന്റിസ്റ്റ്. സാക്ഷാൽ സീസർ ക്ലൗൺ എന്നൊക്കെ പറഞ്ഞ് അട്ടഹസിക്കും. അവനത് പറയുന്ന സമയം ജെല്ലി ആണെങ്കിൽ വീണ്ടും ശക്തമായിട്ട് വന്ന് വീഴുകയാണ്. ആക്ച്വലി ജെല്ലിക്ക് ഫയറിനെ അല്ല മറിച്ച് വെള്ളത്തിനാണ് പേടി. അതുകൊണ്ടാണ് വെള്ളത്തിൽ വീഴാതെ ഇങ്ങനെ പീസസ് ആയിട്ട് ഇവിടേക്ക് വന്ന് വീഴുന്നത്. വില്ലനാണെങ്കിൽ അവന്റെ അട്ടഹാസം നിർത്തി ഇപ്പൊ എല്ലാവരോടുമായിട്ട് പറയും, ഇതാണ് 4 വർഷങ്ങൾക്ക് മുൻപ് പങ്ഹാസാഡ് തകർത്ത ഞാൻ കണ്ടുപിടിച്ച ബ്രഹ്മാണ്ഡ കെമിക്കൽ വെപ്പൻ. അധികം വൈകാതെ ഇതിന്റെ പവർ എന്താണെന്ന് നിങ്ങളും അറിയാൻ പോവാണ്. ഈ ഒരു പങ്ഹാസാഡിനെ നശിപ്പിച്ചത് അത് ഞാനാണ്. ഇപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ലൂഫി അവൻ എടുത്തു ചാടി ഇപ്പൊ ആ വില്ലനെ അങ്ങനെ റൗണ്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ വില്ലൻ അവൻ ഷോക്ക് ആവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.